ഇന്ത്യയുടെ 2025 ഏഷ്യ കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. സൂര്യകുമാർ യാദവ് നായകനായ ടീമിൽ ഒരുപാട് സർപ്രൈസുകൾ ഇത്തവണയുമുണ്ട്. എന്നാൽ ടീമിൽ അവസരം ലഭിക്കാതിരുന്ന വലിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. 1. ശ്രേയസ് അയ്യർ. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും ശ്രേയസ് അയ്യരെ ഇത്തവണയും ഇന്ത്യ പരിഗണിച്ചിട്ടില്ല. 2023 ഓസ്ട്രേലിയക്കെതിരെയാണ് ശ്രേയസ് തന്റെ അവസാന T20 അന്താരാഷ്ട്ര മത്സരം കളിച്ചത്. എന്നാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 എഡിഷനിൽ 50 റൺസ് ശരാശരിയിൽ 604 റൺസ് സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു. പക്ഷേ ഏഷ്യ കപ്പിൽ ഇന്ത്യ പൂർണ്ണമായും അയ്യരെ ഒഴിവാക്കി. 2. യശസ്വി ജയ്സ്വാൾ. സമീപകാലത്ത് മികവ് പുലർത്തിയിട്ടും ഏഷ്യ കപ്പിൽ അവസരം ലഭിക്കാതിരുന്ന മറ്റൊരു താരം ജയ്സ്വാളാണ്. 2024 ഇന്ത്യ വിജയം സ്വന്തമാക്കിയ T20 ലോകകപ്പിൽ റിസർവ് ഓപ്പണറായിരുന്നു ജയ്സ്വാൾ. മാത്രമല്ല ഇത്തവണത്തെ IPL രാജസ്ഥാൻ ടീമിനായി തകർപ്പൻ പ്രകടനവും താരം കാഴ്ചവെച്ചിരുന്നു. 43 റൺസ് ശരാശരിയിൽ 559 റൺസായിരുന്നു ജയ്സ്വാൾ IPL സ്വന്തമാക്കിയത്. 3. വാഷിംഗ്ടൺ സുന്ദർ. ബാറ്റുകൊണ്ടും ബോളുകൊണ്ടും ഇന്ത്യക്കായി മികവ് പുലർത്തിയ വാഷിംഗ്ടൺ സുന്ദറിനെയും ഇന്ത്യ ഏഷ്യ കപ്പിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഉണ്ടായത്. ഇംഗ്ലണ്ടിനെതിരായ കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിലും മികവ് പുലർത്താൻ വാഷിംഗ്ടൺ സുന്ദറിന് സാധിച്ചിരുന്നു. അതിനാൽ തന്നെ താരത്തെ ഒഴിവാക്കിയത് വലിയ അത്ഭുതമുണ്ടാക്കി. 4. പ്രസീദ് കൃഷ്ണ. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പർപ്പിൾ ക്യാപ്പ് വിജയിയായിരുന്നു പ്രസീദ് കൃഷ്ണ. 15 മത്സരങ്ങളിൽ നിന്ന് ഈ സീസണിൽ 25 വിക്കറ്റുകൾ താരം സ്വന്തമാക്കി. മാത്രമല്ല ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും അങ്ങേയറ്റം മികവാർന്ന പ്രകടനം താരം കാഴ്ചവെച്ചിരുന്നു. ഇക്കാരണത്താൽ താരത്തെ ഏഷ്യ കപ്പിലും ഇന്ത്യ പരിഗണിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ പ്രസീദിന് അവസരം ലഭിച്ചില്ല. 5. മുഹമ്മദ് സിറാജ്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ഇന്ത്യയുടെ ഹീറോ ആയിരുന്ന മുഹമ്മദ് സിറാജിനും ഏഷ്യ കപ്പിൽ അവസരമില്ല. പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയുടെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് സിറാജ് ആയിരുന്നു. 16 വിക്കറ്റുകൾ ഈ വർഷത്തെ IPL സ്വന്തമാക്കാനും സിറാജിന് സാധിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സിറാജിനെ ഇന്ത്യ ഏഷ്യ കപ്പിനുള്ള സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഉണ്ടായത്.